കാരുണ്യവാനായ കർത്താവേ, ഇവിടെ ഒരു ആതുരാലയം തുടങ്ങുവാൻ അവിടുന്ന് കൃപ ചെയ്തു. ഇത്രത്തോളം ഇതിനെ അവിടുന്ന് നടത്തി വളർത്തി അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന് അത്താണിയായി ഈ സ്ഥാപനത്തെ അവിടുന്ന് ഉപയോഗിക്കുന്നുവല്ലോ. ഇവിടെ പ്രവർത്തിക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിപൂർവ്വം തിരുസന്നിധിയിൽ ഓർക്കുന്നു. തുടർന്നും സൗഖ്യദായക ശുശ്രൂഷ അനുഗ്രഹമായി തുടരുവാൻ ആശുപത്രിയെ അവിടുന്ന് ഉപയോഗിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Please be seated. To officially begin today's program, I now invite Reverend Father M.C. Paulus, our Chief Executive Officer, for the welcome address. ദൈവത്തിൻ്റെ നാമത്തിന് മാറ്റമുണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനി, പ്രിയപ്പെട്ട തിരുവല്ല തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ശ്രീ ജോബിൻ കെ ജോർജ്, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ, ഡോക്ടർ വിശാൽ പണിക്കർ, ഡോക്ടർ ജോസി തോമസ്, പ്രിയപ്പെട്ട റോയ് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട അലക്സ് അരികുമ്പുറം, വേദിയിലുള്ള പ്രിയപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും, പ്രിയപ്പെട്ട ജിജു അച്ഛൻ, മറ്റെല്ലാ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റുഡൻസ്, സഹോദരങ്ങളെ, പരുമല ആശുപത്രി ചരിത്രത്തിലെ ഒരു നല്ല മുഹൂർത്തമാണ് ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. 50 വർഷം പൂർത്തീകരിച്ച 59ാമത്തെ ജന്മദിനം പരുമല ആശുപത്രി ഇന്ന് ആഘോഷിക്കുകയാണ്. അതിന് ദൈവത്തിന് നന്ദി സ്തോത്രവും പറയുന്ന ഒരു ആനുവൽ ഡേ സെലിബ്രേഷനാണിത്. സെലിബ്രേഷനുള്ള വാക്ക് വലുതായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഒബ്സർവേഷനാണ്. ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തോത്രം പറയുക. ദൈവം ഈ 50 കൊല്ലം ഈ നാട്ടിൽ വളരെ അനുഗ്രഹകരമായിട്ട് മലങ്കര സഭയുടെ സാക്ഷ്യത്തിനായിട്ട് ഈ സ്ഥാപനം നിൽക്കുന്നു എന്നുള്ള ഒരു അനുഗ്രഹ സമയത്തിന് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് ഈ ആനുവൽ ഡേ അല്ലെങ്കിൽ ഇതിനെ കണക്കാക്കുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങളിപ്പോൾ ഇവിടെ ഈ വീഡിയോ പ്രസൻറ്റേഷന് കാണുകയുണ്ടായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ന് ആശുപത്രിയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് 49ാമത്തെ ജന്മദിനത്തോടൊപ്പം ആരംഭിക്കുകയുണ്ടായി. അത് 2 കൊല്ലം നടത്തണമെന്നാണ് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 കൊല്ലത്തെ പ്രോഗ്രാംസുകൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ആശുപത്രിക്കും അതുപോലെ ഇവിടെ വരുന്നവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ എത്ര വർഷം എങ്ങനെ എന്നുള്ളതല്ല, ഇതിൻ്റെ അകത്ത് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും വരുന്നവരെല്ലാം നന്ദിയോടെ ഓർക്കുകയും അവരവരുടെ സംഭാവനകൾ ഇതിനെ വളർച്ചയ്ക്ക് കൊടുത്ത് മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 50 കൊല്ലം ഇതിന് പ്രവർത്തിക്കാൻ തുടക്കമിട്ട പലരും തന്നെ നമ്മുടെ കൂടെ ഇല്ല. സഭയിലെ പിതാക്കന്മാരുണ്ട്, മൺമറിഞ്ഞു പക്ഷേ അവരുടെ പ്രാർത്ഥന നമ്മുടെ ഒപ്പം ഉണ്ട്. ആരുടെ നാമത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഡോക്ടർ അലക്സ് പോൾ മുതൽ ഇന്ന് വരെ ഇവിടെ പ്രവർത്തിച്ച് കടന്നു പോയവരായിട്ടുള്ള മൺമറിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഡോക്ടേഴ്സുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. അവരുടെയൊക്കെ ചെറുതും വലുതുമായ സംഭാവനകളാണ് ഇതിനെ ഈ രീതിയിൽ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ, ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നമ്മൾ കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു. നമുക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫുട് പ്രിൻറ്റ്, ഒരു മാർക്ക് ഇവിടെ സൃഷ്ടിച്ചിട്ട് നമുക്കും കടന്നു പോകേണ്ടവരാണ്. പക്ഷേ ഈ സ്ഥാപനം മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ദൈവം ഈ സ്ഥാപനത്തെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ, പ്രവർത്തിക്കുന്നവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആശുപത്രിയുടെ ഗോൾഡൻ ജൂബിലിയും അതുപോലെ തന്നെ ആനുവൽ ഡേയും സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ാം തീയതി കേരളത്തിലെ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. ആ ജനിച്ച ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറഞ്ഞ ആ പൈതലിൻ്റെ അവസ്ഥ എന്തായിത്തീരുന്നു വളരെ ആശങ്കയുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്രിയപ്പെട്ട ബിബിൻ സെബാസ്റ്റ്യൻ എന്ന ഡോക്ടറെ നമ്മൾ UK-യിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ തുടങ്ങിയപ്പോൾ അത് എങ്ങനെ ആയിത്തീരുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ഉണ്ടാകുന്നൊരു ആശങ്കയാണ്. പക്ഷേങ്കിൽ ബിബിൻ സെബാസ്റ്റ്യൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഈ ഒരൊറ്റ വർഷം കൊണ്ട് കേരളത്തിലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല ഫലം നൽകുന്ന നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർവെൻഷൻ റേഡിയോളജി വളർത്തുകയുണ്ടായി. അനേകർക്ക് അത് ജീവിതത്തിന് ആശ്വാസമാകുന്നുണ്ട്. ആശുപത്രി വളരുക നമ്മളെപ്പോഴും പറയാറുണ്ട്, പലരും പറയാറുണ്ട്, പേരൊക്കെ ഉണ്ടല്ലോ എന്ന് പലരും പറയാറുണ്ട്. ആശുപത്രി വളരുകയല്ല, ആശുപത്രിയുടെ പ്രവർത്തനം കൊണ്ട് അനേകർക്ക് സൗഖ്യം കിട്ടുകയാണ്. ഞാൻ ഇവിടുത്തെ ഓരോ ദിവസത്തെ നമ്പർ എടുത്ത് നോക്കുമ്പോൾ അനേകം ആയിരങ്ങൾക്ക് ദിവസം തോറും സൗഖ്യം കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ സ്ഥാപനത്തെ ഞാൻ കാണുന്നത്. ബിബിൻ സെബാസ്റ്റ്യനും ദൈവത്തിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ച് ആ പ്രവർത്തനത്തിന് പങ്കുചേരുകയാണ്. അതുകൊണ്ട് ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ വാർഷികം അഭിമാനപൂർവ്വം പൊതുസദസ്സിന് സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുപോലെ ഇവിടുത്തെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവിധത്തിലും സുസജ്ജമാണ്. പുതുതായിട്ടൊരു പീഡിയാട്രിക് സർജൻ ഡോക്ടർ ജോസി തോമസ് ചേരുന്ന ദിവസമാണ്.
അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ഒന്നിച്ച് ചേർത്ത് നമ്മൾ ഈ ആനുവൽ ഡേ കൂടുതൽ കളർഫുള്ളാക്കി തീർക്കുകയാണ്. അതിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിൻ്റെ എല്ലാ കാര്യത്തിനും നേതൃത്വം വഹിക്കുകയും ഇതിൻ്റെ കൂടെ നിൽക്കുകയും രാവും പകലും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ആശുപത്രി വൈസ് പ്രസിഡൻ്റാണ്. നരണം ഭദ്രാസനം മെത്രാപ്പൊലീത്താണ്. സഭയുടെ എപ്പിസ്കോപ്പൽ സുനോദോസിൻ്റെ സെക്രട്ടറിയാണ്. വളരെ ആദരവോടെ തിരുമനസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് എനിക്ക് വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ ജോബിൻ ജോർജാണ്. ജോബിൻ ജോർജ് നിങ്ങൾ പത്രത്തിൽ കൂടെയൊക്കെ മനസ്സിലാക്കി കാണും. തിരുവല്ല താലൂക്കിൻ്റെ അധിപതിയാണ്. തിരുവല്ല താലൂക്കിൻ്റെ തഹസിൽദാറാണ്. തിരുവല്ലയുടെ റവന്യൂവിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായിട്ടും പ്രവർത്തിക്കുന്ന ആളാണ്. ഏത് അവസരത്തിലും സാധാരണക്കാർ ഈ പ്രദേശത്തുള്ള തിരുവല്ല താലൂക്കിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ. അതൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. പേരിശ്ശേരി ഇടവാംഗമാണ്. വളരെ സഭയുടെ ആധ്യാത്മിക യുവജന പ്രസ്ഥാനങ്ങളിൽ കൂടി വളർന്നു വന്ന സമൂഹത്തിലും അതുപോലെ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന നല്ല ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരാമെന്ന് സംബന്ധിച്ചു സന്തോഷത്തോടെ എത്തിച്ചേർന്നു. വളരെ ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി എല്ലാ ഭാവങ്ങളും നേർന്ന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഈ ആശുപത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റേ പ്രിയപ്പെട്ട ജിജു അച്ഛൻ ഇതിൻ്റെ ആശുപത്രിയുടെ ചാപ്പളനാണ്. എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട റോയി അച്ഛൻ, പ്രിയപ്പെട്ട അലക്സ് അരികുംപുറം എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുമ്പേ ഞാൻ സൂചിപ്പിച്ച ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും മുഴുവനും ഇവിടെ ഉണ്ട്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇൻ്റർവെൻഷൻ ന്യൂറോളജിയുടെ HOD ആയിരിക്കുന്ന പ്രിയപ്പെട്ട വിശാൽ പണിക്കർ ഡോക്ടറുടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിശാൽ പണിക്കരും ഡോക്ടർ ബിബിനും കൂടെ ചേർന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർക്ക് ആശ്വാസകരമായി പ്രവർത്തിക്കുന്നത്. രണ്ടുപേരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പുതുതായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷനായിട്ട് ജോയിൻ ചെയ്യുന്ന വളരെ പ്രഗത്ഭനായിരിക്കുന്ന ചണ്ഡീഗഡ് PG ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന പ്രിയപ്പെട്ട ജോസി തോമസ് വളരെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് ഏതാവശ്യത്തിനും ഇതിന് മുൻപിൽ നിന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ പ്രിയപ്പെട്ട ഡോക്ടേഴ്സുണ്ട്, സ്റ്റാഫ് അംഗങ്ങളുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്, മറ്റുള്ള വെൽവിഷേഴ്സായിട്ടുണ്ട്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, Achin, for your gracious words of welcome. It is now my privilege to invite His Grace Dr. Yohanan Mark Chrysostomus, the Metropolitan of Niranam Diocese, for the presidential address. എല്ലാവർക്കും സ്നേഹവന്ദനം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സർവാദരണീയരായ എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സന്തോഷത്തിനും അഭിമാനത്തിനുമുള്ള ഏക കാരണം ഈ ആശുപത്രിയുടെ മുന്നോട്ടുള്ള സേവന ശുശ്രൂഷ പാതയിൽ ദൈവം ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. 1975 പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഒരു ചെറിയ വളരെ പരിമിതമായ സൗകര്യങ്ങളോടും വിരലിലെണ്ണാവുന്ന ഒരു കയ്യിലെ വിരലിലെണ്ണാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളോടും കൂടി ആരംഭിക്കുന്നത്. 1976 മുതൽ ഞാൻ ഈ ആശുപത്രിയെ അടുത്ത് കാണുവാൻ അവസരമുണ്ടായി. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു എളിയ ഭാഗമാകുവാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാലത്തെ എൻ്റെ ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും പരുമല ആശുപത്രി ഒരു മഹാ അത്ഭുതമാണ് എന്ന്. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ വേദിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആശുപത്രിയുടെ മുന്നോട്ടുള്ള വളർച്ച, ഇതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ആശങ്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുടെ പരിമിതി മൂലം ഇത് നടത്താൻ പ്രാപ്തിയുള്ള ആരെയെങ്കിലും ഏൽപ്പിച്ച് കൊണ്ടുപോയാൽ എന്ത് എന്ന് പോലും
ആലോചിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് തിരികെ ഈ സ്ഥാപനത്തെ അതിൻ്റെ റെയിലിൽ കൊണ്ടുവന്ന് വളർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കണ്ട വീഡിയോയിൽ പരാമർശിച്ചതുപോലെ നന്മയുടെയും വിശ്വസ്തതയുടെയും പ്രകാശഗോപുരമായി ഈ പരുമല ആശുപത്രി പരിലസിക്കുന്നു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളിൽ ഈ ആശുപത്രിയിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ സമർപ്പണവും ഉത്തരവാദിത്വ ബോധവും രോഗികളോടുള്ള മനോഭാവവും അനേകരെ ഈ ആശുപത്രിയിലേക്ക് ആകർഷിക്കുവാൻ ഇടയായ രണ്ടാമത്തെ ഘടകമാണ്. രോഗികൾക്ക് വിശ്വസ്തയോടെ കടന്നു വന്ന് ചികിത്സ തേടുവാനുള്ള ഒരു സാഹചര്യം ആശുപത്രി അന്തരീക്ഷത്തിൽ വളർത്തിയെടുത്തു എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി സർവീസിൻ്റെ 1ാമത്തെ വാർഷികമാണ്. കേരളത്തിലെ മികച്ച ഒരു യൂണിറ്റായി അത് വളർത്തിയെടുക്കുവാൻ ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യനും ഡോക്ടർ വിശാലും കൂടെയുള്ളവർക്കും സാധിച്ചു എന്നുള്ളതിൽ അവരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എന്നെ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിവിധങ്ങളായ മേഖലകളിൽ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളുടെയും ഒരു നല്ല കൈ ഒപ്പ് ഇവിടെ രേഖപ്പെടുത്തി സേവന രംഗത്ത് അത് പതിപ്പിച്ച് ഇതിനെ മുന്നോട്ട് വളർത്തുവാൻ തുടർന്നും നിങ്ങളുടെ സമർപ്പണവും സഹായവും ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം ഇതിനെ അനുഗ്രഹകരമായി നടത്തുകയും അനേകായിരങ്ങൾക്ക് അനുദിനം അത്താണിയായി ഇത് പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു വാക്ക് നമ്മുടെ തിരുവല്ല തഹസീൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായിരിക്കുന്ന ജോബിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൽ അദ്ദേഹം എൻ്റെ ഒരു കൂടെ സഹപ്രവർത്തകനായി ഏതാണ്ട് 2-3 വർഷക്കാലം പ്രവർത്തിച്ചത് നന്ദിപൂർവ്വം ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. വളരെ സമർപ്പണത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വങ്ങളും പദവികളും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Thank you, Your Grace, for your words of blessings. Light has always been a symbol of wisdom, knowledge and hope. To mark the beginning of today's celebration, we'll now have the ceremonial lamp lighting. I invite all the dignitaries on stage to light the lamp. Thank you all. We are truly privileged to have amongst us our esteemed chief guest, Sri Jobin K. George, Honorable Tahsildar and Executive Magistrate of Tiruvalla. His presence today lends grace and dignity to the celebration. With great respect, I invite Sri Jobin K. George to formally inaugurate and share a few words of wisdom. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ എത്രയും പ്രിയപ്പെട്ട അഭിമന്യ യൂഹാനാൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനി, അതുപോലെ തന്നെ യോഗത്തിലെ ആശംസ അർപ്പിച്ച പരുമല ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുന്ന ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ,
ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ, ബഹുമാനപ്പെട്ട എൽദോസ് ഏലിയാസ് അച്ഛൻ, ഡോക്ടർ ഷെറിൻ ജോസഫ്, ബഹുമാനപ്പെട്ട ജിജു വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, മെഡിക്കൽ ടീം അംഗങ്ങളെ, വന്നുചേർന്നവരെ, ആദ്യമേ തന്നെ എന്നെ ഈ ചടങ്ങിൽ വിളിച്ചതിന് ഉള്ള നന്ദി സ്നേഹവും ബഹുമാനപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അധികാരികളോടും അഭിമന്യ തിരുമേനിയോടും നന്ദി സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കോഫി ഷോപ്പ് എന്നുള്ളൊരു ബോർഡാണ് ആദ്യമേ കാണുന്നതിന്. അത് കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ മനസ്സ് തന്നെ ഒരു ചായ കുടിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം എൻ്റെ മുഖത്തുമുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും ആ കോഫി ഷോപ്പിൻ്റെ ബോർഡ് അവിടെ ഉയർത്താനും മാത്രം ഈ ഹോസ്പിറ്റലിനെ അതുപോലെ കൈക്കുമ്പിളി കൊണ്ടു നടന്ന് വലുതാക്കാൻ ശ്രമിച്ച ഒത്തിരി ആളുകൾ ഈ സമൂഹത്തിലും ഈ സഭയിലും ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിലും ഉണ്ട് എന്നുള്ളത് നമുക്കും അതുപോലെ തന്നെ ഈ നാടിനും അഭിമാനിക്കത്തക്കതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് ഇപ്പോൾ 21 വയസ്സായി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ആശുപത്രിയിൽ വരുന്ന സമയത്ത്, ഇതിന് തൊട്ടടുത്തുള്ള ആശുപത്രി, ഞാൻ ബഹുമാനപ്പെട്ട പൗലോസച്ചനോട് സംസാരിക്കുകയായിരുന്നു. വരുമ്പോൾ വളരെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു ആ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനതിന് ഇവിടെ വിവരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല, അതുപോലായിരുന്നു. പക്ഷേ ആ ഒരു 20 വർഷം ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഈ ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റ്സിൽ ഞാൻ അഭിമന്യ തിരുമേനിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാൻ സാധിച്ചു എന്നുള്ളത് എനിക്കും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനകരമായ മുഹൂർത്തം കൂടിയാണ്. പലപ്പോഴും നമ്മളുടെ ആശുപത്രി അതുപോലെ തന്നെ രോഗഭേദമാകുന്നതിന് വേണ്ടി രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയം എന്ന നിലയിൽ നമ്മളെപ്പോഴും ജീസസിൻ്റെ ഒരു ജീവിത ചരിത്രത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ജീസസിൻ്റെ പ്രയാണങ്ങളിൽ പ്രാർത്ഥനയെക്കാളിലുമൊക്കെ ഉപരി പ്രവൃത്തിയിലൂടെയാണ് സ്നേഹമെന്തെന്നും കാരുണ്യമെന്തെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് തന്നത്. പലപ്പോഴും നമ്മൾ ജീസസിൻ്റെ അത്ഭുത പ്രവർത്തികളെപ്പറ്റി നോക്കുകയാണെങ്കിൽ കുരുടന് കാഴ്ച നൽകിയത്, രക്തസ്രാവിയായ സ്ത്രീകളുടെ രക്തസ്രാവം നിർത്തിയത്, അതുപോലെ തന്നെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കൽ, ഇങ്ങനെ അനന്തമായ അത്ഭുത പ്രവർത്തികളിലൂടെയാണ് ജീസസ് കടന്നുപോയത്. ആ കടന്നുപോയത് ഓരോന്നും ഓരോ രോഗികളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ രോഗപൂർണമായ അവസ്ഥയെ എപ്രകാരം മാറ്റുമെന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ബൈബിളിലെ വചനം പോലെയാണ്. ആ വചനത്തിലൂടെയാണ് നമ്മളുടെ രോഗികളോടുള്ള സമീപനം നമുക്കുണ്ടാവേണ്ടത്. ആ സമീപനം നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഹൃദയത്തിൽ നിന്ന് ഓരോ രോഗികളെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അവരെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും അവരെ സ്വാന്തനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യ ബോധം നമ്മളുടെ ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ള ഓരോ ഡോക്ടർമാരുൾപ്പെടെയുള്ള സ്റ്റാഫുകളിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൂടി ഈ സമയം നമ്മൾ ഓർക്കണം. നമ്മളുടെ ഓരോ ജീവിതത്തിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ആണെങ്കിൽ പോലും ഓരോ പടികളും മുന്നോട്ട് കയറുമ്പോൾ അതിൽ കൂടുതൽ വിനയനാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന പോലെ ഈ ജീവനക്കാരും നമ്മളോടൊപ്പം തന്നെ ശ്രമിക്കേണ്ടതാണ്. അത് രോഗികൾക്ക് ഏറ്റവും ആശ്വാസപ്രദവും ജീവപ്രദവുമാകാൻ മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your inspiring words. I now request His Grace Dr. Yohanan Mar Chrysostomus to honor Sri Jobin K. George as a token of gratitude. Thank you, Your Grace. The Interventional Radiology Department stands at the forefront of advanced medical care. To enlighten us further on stairs, I invite Dr. Bibin Sebastian, Director and Senior Consultant, Interventional Radiologist.
Good afternoon, everyone. ബഹുമാനപ്പെട്ട നിരണം ഭദ്രാസന അധിപൻ യോഹന്നോൻ മാർ ക്രിസ്റ്റോസ് തിരുമേനി, നമ്മുടെ വിശിഷ്ടാതിഥി തിരുവല്ല തഹസിൽദാർ മിസ്റ്റർ ജോബിൻ കെ ജോർജ്, ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ പൗലോസ് അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു സെലിബ്രേഷൻ അല്ല, ഇതൊരു ഒബ്സർവൻസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അതിനു വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് വിനിയോഗിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഒരു ഗർഭിണിയുടെ ഗർഭകാല അരിഷ്ടതകളെക്കുറിച്ച് ഒരു കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ ആരും ഓർക്കാറില്ല, ആരും പറയാറില്ല, ആ അമ്മ പോലും ഓർക്കാറില്ല. കാരണം അത്രയധികം സന്തോഷമായിരിക്കും ആ കുഞ്ഞിൻ്റെ കരച്ചിലിന് ശേഷം ആ അമ്മ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ 3-4 വർഷത്തെ അരിഷ്ടതകളൊന്നും ഞാനിവിടെ അതിൻ്റെ ഒരു വിഴുപ്പലക്കാനോ അതിൻ്റെ മാറാപ്പ് തുറക്കാനോ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ആ ഒന്നാമത്തെ തുടക്കത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു വർഷ കാലയളവിൽ നമ്മളൊരു മുളന്തണ്ട് വളരുന്നത് പോലെ ദൈവാനുഗ്രഹത്താൽ അങ്ങനെ വളരാൻ സാധിച്ചുവെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വർഷങ്ങളുടെ ഒരു വേരുകളുടെ പടർന്നോട്ടമുണ്ട്. അത് നമ്മൾക്ക് പുറമേ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. ഞാൻ പോലും ഈ ചിത്രത്തിലേക്ക് വന്നത് ഒരു 3 വർഷം മുമ്പാണ്. അതിനു മുമ്പ് തന്നെ മൺമറഞ്ഞു പോയ പിതാക്കന്മാരും ഇതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരും പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റലിലെ ഭരണാധികാരികളും എല്ലാം അതിനൊരു ബലമുള്ള അടിത്തറ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എനിക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 1 വർഷം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ അതിലേക്ക് കിടക്കാം. ഇത് നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന ഏതാനും കുറച്ച് പിക്ചേഴ്സാണ്. ഇതാണ് നമ്മളുടെ ഇൻ്റർവെൻഷണൽ അൾട്രാസൗണ്ട് റൂം. അത് ഇപ്പോൾ ഈ ഒരു നിലവാരത്തിലാണ്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൾട്രാസൗണ്ട് മെഷീൻ ഇൻ്റർവെൻഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ആ സ്കാനിലൂടെ ആ ഇമേജസ് കണ്ടുകൊണ്ട് തന്നെ എന്ത് അസുഖമുണ്ടോ ആ അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അൾട്രാസൗണ്ട് വെച്ച് ബയോപ്സി എടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്യൂമറുകൾ നമുക്ക് കരിച്ചു കളയാനും ട്യൂമറുകൾ ചികിത്സിക്കാനും അതുപോലെ വാരിക്കോസ് വെയിൻ മുതലായ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാനും അൾട്രാസൗണ്ട് ഉപയോഗിച്ച് പറ്റും. ഇവിടെ നമ്മൾ ശരീരം തുറക്കാതെ തന്നെ പുറമേ നിന്ന് എക്സ്റേ പോലെ തന്നെ അത് കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കാത്ത് ലാബ്. ഇത് അതിൻ്റെ തുടക്കം. ഇപ്പോഴത്തെ സ്റ്റേജ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി റിക്കവറി റൂം. അപ്പോൾ ഞാൻ ഒരു വലിയ കണക്കെടുപ്പൊന്നും ഇവിടെ പറയുന്നില്ല. ഇതാണ് നമ്മളുടെ ഒരു വളർച്ച എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എത്ര ജീവിതങ്ങളെ തൊട്ട് സുഖപ്പെടുത്തി, എത്ര ജീവിതങ്ങളിൽ നമുക്ക് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ കാണിക്കുന്നത്. ഓരോ മാസത്തെയും മന്ത്ലി സ്റ്റാറ്റിസ്റ്റിക്സ് ആണത്. നമ്മൾ മൊത്തത്തിലൊരു 574 ജീവിതങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ എൻ്റെ പങ്ക് വളരെ ചെറുതാണ്. എൻ്റെ കൂടെ നമ്മുടെ ഇൻ്റർവെൻഷണൽ ന്യൂറോളജി ഡോക്ടർ വിശാലുണ്ട്, നമ്മുടെ ഇൻ്റർവെൻഷണൽ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, നമ്മുടെ നേഴ്സസ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സും സ്റ്റാഫും അവരുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതലും എൻ്റെ ഈ ടോക്കിൽ കൂടുതലും നന്ദിയുടെ ഒരു ഒരു ഫ്ലേവറാണ് ഞാനിവിടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യമേ പേഷ്യൻസ് വന്ന് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ആ ഒരു ഡോക്ടറിന് ഈ ഒരു പേഷ്യൻറ്റിന് എൻ്റെ സ്പെഷ്യാലിറ്റിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലാതെ അതിലും മികച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കണമെങ്കിൽ അതിൽ ഒരുപാട് എത്തിക്കൽ ലെവലിൽ അല്ലെങ്കിൽ മാനവികതയുടെ ഒരു വലിയൊരു തലത്തിലേക്ക് ചെന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം ഞാനാണ് ഏറ്റവും വലിയ ഒരു അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആൾ. നമ്മുടെ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് വേറൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ വേറൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒരു അഭിപ്രായത്തിന് വിടുകയില്ല.
സത്യമായി പറയുകയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ എനിക്ക് മറ്റു ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. എനിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടി. എല്ലാ ഡോക്ടേഴ്സിനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. പേരെടുത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നില്ല, പക്ഷേ ന്യൂറോളജി, കാർഡിയോളജി, ഇൻ്റർവെൻഷണൽ ഓങ്കോളജി, മെഡിക്കൽ സർജിക്കൽ ഓങ്കോളജി, സർജൻസ്, എൻഡോക്രൈനോളജി, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും ഈ പേഷ്യൻറ്റിന് ഏറ്റവും മികച്ചതായിട്ടുള്ള എന്ത് നൽകാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് IR ഇവിടെ വന്നപ്പോൾ IRൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് എന്നെ വിളിച്ച് ചോദിച്ച ഡോക്ടേഴ്സുണ്ട്. അതൊക്കെ ഒരു നല്ല ഒരു പ്രവണതയാണ്, നല്ലൊരു മാറ്റമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഞാനും ഡോക്ടർ വിശാലും ഒരുപാട് അവെയർനെസ് പ്രോഗ്രാംസ് നടത്തി. കാരണം ഡോക്ടേഴ്സിനെ പോലെ തന്നെ പൊതുജനത്തിനും ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയ ഒരു ഗ്രാഹ്യമില്ല. നമ്മളപ്പം മാക്സിമം അത് ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ MBBSന് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഹോസ്പിറ്റൽസിന് മാർക്കറ്റിംഗ് ടീം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, എന്തിന് ഈ ഹോസ്പിറ്റൽസിന് മാർക്കറ്റിംഗ് ടീം? അതൊരു കച്ചവട സ്ഥാപനമല്ലല്ലോ, അതൊരു ശരിയായ കാര്യമല്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്നത് അവരൊരു വലിയൊരു ജോലിയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാണ് ഈ കഷ്ടപ്പെട്ട് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലത്തെ കാരിക്കേച്ചേഴ്സും കാർട്ടൂൺസും എല്ലാം ഉണ്ടാക്കി ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഇങ്ങനെയെല്ലാം അസുഖങ്ങൾക്ക് നമ്മൾ മുൻകരുതലുകൾ എടുക്കണം, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം പ്രചരിപ്പിക്കുന്നത്. ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ വളർച്ചയിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ടീമിന് നല്ലൊരു പങ്കുണ്ട്. അതിൽ ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻ്റർവെൻഷണൽ അൾട്രാസൗണ്ടിൻ്റെ ലേറ്റസ്റ്റ് മെഷീൻ്റെ ബ്ലെസ്സിങ് ആണ്. ജിജു അച്ഛനായിരുന്നു അന്ന് ബ്ലെസ്സിങ്ങിന് എത്തിയത്. നമ്മളൊരു 2-3 ഫ്രീ ക്യാമ്പുകൾ നടത്തി, പെരിഫറൽ ആർട്ടിയൽ ഡിസീസിൻ്റെയും പിന്നെ ഫൈബ്രോയിഡിൻ്റെ. ഈ ക്യാമ്പുകളെല്ലാം ഒരുപാട് ആളുകളിലേക്ക് എത്തി. നമ്മുടെ പെരിഫറൽ ആർട്ടിയൽ ഡിസീസ് ക്യാമ്പിന് ഒരു ദിവസം 300 പേരാണ് വന്നത്. നമ്മളത്രയും ആളുകളെ പ്രതീക്ഷയില്ല. അവർക്കെല്ലാം ഫ്രീ സ്ക്രീനിങ്ങും കൊടുത്തു. നമുക്ക് കുറേ അപ്രീഷിയേഷൻസ് കിട്ടി. അതിൻ്റെ എല്ലാം കുറച്ച് സ്നാപ്ഷോട്ട്സാണിത്. ഇത് നമ്മുടെ ക്യാമ്പിൻ്റെ കുറച്ച് ഫയൽസ്. ഇനി അടുത്ത് എന്താണ്, നമ്മൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് പൗലോസച്ചനെ കണ്ടപ്പോൾ, പൗലോസച്ചന് ഒരു ഇങ്ങനെ ഇപ്പോൾ ആംഗലാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ പൗലോസച്ചന് ഒരു സംശയമില്ലായിരുന്നു. ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ പോകുന്നോ ഒന്നും പൗലോസച്ചന് ഒരു സംശയമില്ല. ഇത് എന്തായാലും വളരും, അതാണ് പൗലോസച്ചൻ പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ UK നിന്ന് വേറൊരു സ്ഥലത്തും പോകാതെ ഇവിടെ തന്നെ എന്തുകൊണ്ട് വന്നു. അപ്പോൾ അവിടെയാണ് ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പറയാം, അത് ചിലപ്പോൾ പരുമല തിരുമേനിയുടെ അത്ഭുതം കൊണ്ടായിരിക്കും ഞാൻ അവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നതെന്ന്. പക്ഷേ അതൊരു നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ്, വർക്ക് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ്, കൊളീഗ്സ് ആണെങ്കിലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു തടസ്സങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ചയിൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മുടെ പൗലോസച്ചനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള HR ടീം, ഫിനാൻസ് ടീം, ഇവർക്കെല്ലാവർക്കും, കൂടാതെ ബയോമെഡിക്കൽ അവരുടെ ഒരു സപ്പോർട്ട്, അതായത് തുടക്ക ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിരുന്ന ഒരു സപ്പോർട്ടാണ് ബയോമെഡിക്കൽ ടീമിൻ്റെ. അൾട്രാസൗണ്ട് മെഷീൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കാത്ത് ലാബിൻ്റെ സെറ്റപ്പിനാണെങ്കിൽ എല്ലാത്തിനും ബയോമെഡിക്കൽ ടീമിൻ്റെ വളരെ ഒരു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ബയോമെഡിക്കൽ ടീമിനും നന്ദി പറയുന്നു. അടുത്തത് നമ്മുടെ പ്ലാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പുതിയത് ഉണ്ടാകുന്നതനുസരിച്ച് അപ്പോൾ തന്നെ അധികം ഒട്ടും ഡിലേ ഉണ്ടാകാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. അതിന് ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോക്ടേഴ്സിനാണെങ്കിലും സ്റ്റാഫിനാണെങ്കിലും ട്രെയിനിങ് എവിടെയും അവൈലബിൾ ആണ്. നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡോക്ടേഴ്സിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പ്ലാനുണ്ട്. ഇതെല്ലാം വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ദൈവാനുഗ്രഹത്താൽ. ഇതാണ് നമ്മളുടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ടീം. ഇത് നമ്മൾ തുടക്കത്തിൽ, ഇപ്പം നമ്മൾ ഈ ഒരു ടീമിലേക്ക് വളർന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇത് വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു സെഗ്മെൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ 2 മിനിറ്റ് കൂടി ഞാൻ പെരിഫറൽ വാസ്കുലർ ഡിസീസ് ക്ലിനിക്കിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്.
ഇങ്ങനെ ഒരു ക്ലിനിക് ഇൻ്റർവെൻഷൻ റേഡിയോളജി സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ ഇപ്പോൾ ഒ പിയിൽ കാണുന്നുണ്ട്. അവരെല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് അത്ര വലിയ, അതായത് ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിലും പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുന്നില്ല. അതായത് കാലിലേക്കുള്ള രക്തയോട്ടം ഡയബറ്റീസ് മൂലമോ സ്മോക്കിംഗ് മൂലം അല്ലെങ്കിൽ കൊളസ്ട്രോൾ മൂലം രക്തയോട്ടം തടസ്സപ്പെടുകയാണെങ്കിൽ, അതായത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിലെ രക്തയോട്ടം കുറയുമ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കും. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാം, ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സിനിമകളിലെ കാണുന്ന പോലെ നെഞ്ചിൽ പിടിച്ച ആളുകൾ വേദന കൊണ്ട് നിലവിളിക്കും. ലെഗ് അറ്റാക്ക് വരുമ്പോൾ ആരും നിലവിളിക്കില്ല. അവർ കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലിന് വേദന വരുന്നു, കാലിന് വേദന വന്നു, മസിൽ കയറുകയെന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നു, പിന്നെയും നടക്കുന്നു. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അവഗണിക്കാതെ ഒരു ഡോക്ടറിനെ കാണുകയാണെങ്കിൽ, നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനോ ഡോപ്ലറോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ മുറിവുണ്ടായി അത് ഉണങ്ങാതെ ഈ ഒരു സ്റ്റേജിലെത്തി, അത് കഴിഞ്ഞ് മുറിവുകൾ വന്ന് അൾസറായി അതിങ്ങനെ കറുത്ത് ഈ ഒരു സ്റ്റേജിലെത്തി, താഴത്തെ സ്റ്റേജിലെത്തി, പിന്നെ ആംപ്യൂട്ടേഷനിലേക്കാണ് പോകുന്നത്. ആ ഒരു ഘട്ടത്തിലെത്തുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ആളുകളെ ബോധവാന്മാരാക്കാനും അത് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ, അതായത് എല്ലാ ആളുകൾക്കും ആദ്യമേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അസുഖമുള്ളവർക്ക് ഹാർട്ടിലും ബ്രെയിനിലും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും ശരീരം ആദ്യം കാണിക്കുന്ന ലക്ഷണം. അപ്പോൾ അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും നമുക്ക് തടയാൻ സാധിക്കും. ഒരു പരിധി വരെ തടയാൻ സാധിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് സ്ക്രീനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് മെഡിസിൻസ് വെച്ച് ടാബ്ലറ്റ്സ് വെച്ച് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ബ്ലോക്കുകൾ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഓപ്പൺ ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കും. വേണ്ടി വന്നാൽ സ്റ്റെൻറ്റും ചെയ്യാം. അതാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ക്ലിനിക്ക് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു അസുഖമാണ് വാരിക്കോസ് വെയിൻ. വാരിക്കോസ് വെയിൻ ആളുകളെ അധികം ശല്യപ്പെടുത്തുന്നില്ലാത്തതുകൊണ്ട് കുറേ ആളുകൾ അതുകൊണ്ട് ജീവിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ കാലിൽ മുറിവുകളും വ്രണങ്ങളും ഉണ്ടായി അത് ഉണങ്ങാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കാലിലെ രക്തക്കൊഴലുകൾ കട്ട പിടിച്ച് അതും ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങാം. പണ്ട് കാലങ്ങളിൽ ഇതിന് സർജറി മാത്രമേ ഒരു പരിഹാരമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വേറെ നൂതനമായിട്ടുള്ള വളരെയധികം ടെക്നോളജികളുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൈക്രോവേവ് അബ്ലേഷൻ. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ചെയ്യുന്ന മൈക്രോവേവ് അബ്ലേഷൻ, അല്ലെങ്കിൽ ഗ്ലൂ തെറാപ്പി, അല്ലെങ്കിൽ പണ്ട് മുതലുള്ള സ്ക്ലീറോതെറാപ്പി. ഇതെല്ലാം നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് ഡയറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി കൂടി നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒരു പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ക്ലിനിക്ക് വഴി എല്ലാ വ്യാഴാഴ്ചയും നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തിരുമേനിയുടെയും പൗലോസിൻ്റെ അനുവാദത്തോടെ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. Thank you, Doctor, for that insightful session. I now request His Grace Dr. Johann Nordmark Chrysostomus to honor Dr. Bibin Sebastian as a token of gratitude. I also request His Grace to honor Dr. Vishal V. Panikkar as a token of our deepest gratitude. Thank you, Your Grace. The inauguration of a peripheral vascular disease clinic is an initiative that is aimed at early detection, prevention and advanced management of vascular diseases, thereby improving patient care and outcomes. I invite Shri Jobin K. George to officially inaugurate and hand over the foam board to Dr. Bibin Sebastian. പീഡിയാട്രിക് വിഭാഗത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് മികച്ച ഒരു സർജറി വിഭാഗം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന പരുമല പീഡിയാട്രിക് സർജറി വിഭാഗത്തിന് നേതൃത്വം നൽകുവാൻ ഡോക്ടർ ജോസി തോമസ് കെ
ഡോക്ടർ ജോസി കോലഞ്ചേരിയിലെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ സർജറിയിൽ MS-ഉം പൂർത്തിയാക്കിയ ശേഷം പീഡിയാട്രിക് സർജറിയോടുള്ള അഗാധ താൽപര്യം കൊണ്ട് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ അക്കാദമി സെന്ററുകളിലൊന്നായ PGI ചണ്ഡീഗഡിൽ നിന്ന് MCH യോഗ്യത കരസ്ഥമാക്കി പരുമല ആശുപത്രിയിലെ പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജനായി ചാർജ് എടുത്തിരിക്കുകയാണ്. ഡോക്ടർ ജോസി തോമസിനെ പരുമല ആശുപത്രി കുടുംബത്തിലേക്ക് എല്ലാ ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. I request His Grace to hand over the pediatric surgery FOMGO to Dr. Josie Thomas. Thank you, Your Grace. Behind every achievement of the IR department is a team that works with dedication, skill, and compassion. This evening, we honor the interventional radiology team for their valuable contribution. I request His Grace to honor Mr. Sam K. Matthew, Mr. Sam K. Matthew, Ms. Ria Anna Thomas, Mrs. Rashmi R. Nair, Ms. Seena Raj, Ms. Ashwati Mariam Viju, Joel John, Ms. Lini Sara Raju, Ms. Anju George. I also call upon the interventional radiographers Srijit CG, Mr. Achyut Haridas, and Mr. Rishi S. Please give them a big round of applause. Thank you, Your Grace. Now we move on to the much awaited part of the evening, the prize distribution ceremony of the Onam celebration, and I request Achin to do the honoring. വളരെ കളർഫുള്ളായിട്ട് പരുമല ആശുപത്രിയിലെ സ്റ്റാഫ് അംഗങ്ങൾ ഡോക്ടേഴ്സ് നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഉച്ച വരെ നടന്ന സംഭവങ്ങളുടെ മത്സരങ്ങളുടെ എല്ലാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ഓണസദ്യ നടന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകുകയുണ്ടായി. മറ്റ് ചില മത്സരങ്ങൾ അതിന് ശേഷം നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് വിന്നേഴ്സ് ആരാണെന്നറിയാനുള്ള അതിയായ ആകാംക്ഷ ഡോക്ടേഴ്സിനുണ്ട്, ടീം അംഗങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പല കോർണറിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആരാണ്. എനിക്ക് മാത്രമേ ഇപ്പോൾ അതറിയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഞാനിതിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഏറ്റവും കളർഫുള്ളായിട്ട് വളരെ ശക്തമായ മത്സരത്തിൽ വന്നതാണ് മലയാളി മാരൻ. ഫസ്റ്റ് പ്രൈസ് ആകാംക്ഷയൊന്നും വേണ്ട, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് മിസ്റ്റർ സുബിൻ പൂക്കളം ബ്ലൂമേഴ്സ്. 1500 രൂപയുടെ പ്രൈസ്, ക്യാഷ് പ്രൈസാണ്. മിസ്റ്റർ സുബിൻ സ്റ്റേജിലേക്ക് വരിക. യെസ് പ്ലീസ്. രണ്ടാമത്തെ പ്രൈസ്, സെക്കൻഡ് പ്രൈസ് പോകുന്നത് മലയാളി മാരൻ മിസ്റ്റർ സുജിത്താണ്. 1250 രൂപ പ്രൈസ്. വടംവലി മാരിയേഴ്സ് സുജിത്ത്. തേർഡ് പ്രൈസ് 1000 റുപ്പീസാണ്. ഡോക്ടർ എബ്രഹാം മാവേലി മാർവൽസ്.
ഡോക്ടർ എബ്രഹാം ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വന്നാട്ടെ പ്ലീസ്. യെസ്. വളരെ വാശിയേറിയ മത്സരത്തിൻ്റെ വിന്നേഴ്സാണ്. മലയാളി മങ്ക വേറൊരു മത്സരമായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് പോകുന്നത് മിസ് ശില്പയാണ്, പൂക്കളം ബ്ലൂമേഴ്സ്, ക്യാഷ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് മിസ് ഷീബ, വടംവലി വാരിയേഴ്സ്. തേർഡ് പ്രൈസ് അനഘ, മിസ് അനഘയാണ്, തിരുവാതിര ബ്ലാസ്റ്റേഴ്സ്. മാവേലി കണ്ടസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പോകുന്നത് മിസ്റ്റർ മാത്യു, പുലിക്കളി സ്ക്വാഡ്. മാത്യുവിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് മിസ്റ്റർ ജെറിനാണ്, വടംവലി വാരിയേഴ്സ്. മിസ്റ്റർ ജെറിൻ, വടംവലി വാരിയേഴ്സ്. തേർഡ് പ്രൈസ് മിസ്റ്റർ അർജുൻ, തിരുവാതിര ബ്ലാസ്റ്റേഴ്സ്. വന്നാട്ട് മോനെ. മാവേലി 3 പേരാണ്. ഓണത്തോടനുബന്ധിച്ച് വളരെ മനോഹരം ഒരു കൾച്ചറൽ പ്രൊസഷൻ നടത്തിയുണ്ട്. പരിമല ആശുപത്രിയിൽ നിന്ന് പരിമല കടവ് വരെ നടത്തി. എല്ലാവരും ഈ നാട് മുഴുവൻ ശ്രദ്ധിച്ച ഒരു കളർഫുൾ പ്രൊസഷനായിരുന്നു അത്. ആ പ്രൊസഷനിൽ വന്നിരിക്കുന്ന ആർട്ട് ഫോംസിന് പ്രൈസ് കൊടുക്കാൻ നേരത്തെ സമ്മതിച്ചതാണ്. അവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് പോകുന്നത് 5000 റുപ്പീസിൻ്റെ ക്യാഷ് അവാർഡാണ്. വടംവലി വാരിയേഴ്സിനാണ് പ്രൈസ് കിട്ടുന്നത്. വടംവലി വാരിയേഴ്സിൻ്റെ ടീം മെമ്പേഴ്സ്. യെസ്, മുന്നോട്ട് വന്നാട്ടെ. ബെസ്റ്റ് ആർട്ട് ഫോം ഫസ്റ്റ് പ്രൈസ് വടംവലി വാരിയേഴ്സ്. സെക്കൻഡ് പ്രൈസ് മാവേലി മാർവൽസ് ആണ്. സെക്കൻഡ് പ്രൈസ് മാവേലി മാർവൽസ്. തേർഡ് പ്രൈസ് തിരുവാതിര ബ്ലാസ്റ്റേഴ്സ്. സെക്കൻഡ് പ്രൈസ് ഡോക്ടർ സുജിത്ത് ലീഡ് ചെയ്യുന്ന മാവേലി മാർവൽസ് ആണ്. തേർഡ് പ്രൈസ് തിരുവാതിര ബ്ലാസ്റ്റേഴ്സ്. ഓണത്തിൻ്റെ ഘോഷയാത്ര വളരെ കളർഫുള്ളാക്കിയ, പ്രൊസഷൻ കളർഫുള്ളാക്കിയ ചാമ്പ്യൻ ടീംസ് ഉണ്ട്. 3 പേരാണ് അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് 10,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസാണ്. പുളിക്കളി സ്ക്വാഡ്. ട്രോഫിയുണ്ട്. വന്നാട്ടെ ഡോക്ടേഴ്സ് പ്ലീസ്. ഡോക്ടർ ഗ്രേഷ്മ, ഡോക്ടർ രഞ്ജു, സിജു. യെസ്. സെക്കൻഡ് പ്രൈസ് 7,500 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ്, ട്രോഫി, തിരുവോണം ത്രില്ലേഴ്സ്. ന്യൂറോ ഫിസിഷ്യൻ ഡോക്ടർ പ്രശാന്തിൻ്റെ ലീഡർഷിപ്പാണ്. നല്ല കഠിനാധ്വാനം ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്ത ഒരാളാണ് ഡോക്ടർ പ്രശാന്ത്. വളരെ സന്തോഷം, അഭിമാനം അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓണം പ്രൊസഷൻ്റെ ചാമ്പ്യൻസ്. തേർഡ് പ്രൈസ് ഗോസ് ടു 5,000 റുപ്പീസ് ക്യാഷ് പ്രൈസ്, വടംവലി വാരിയേഴ്സ്. ED ഇൻചാർജ് ഡോക്ടർ ബാലു ആൻഡ് ടീം. ഈ പ്രൊസഷനും അതുപോലെ തന്നെ ഓണത്തിൻ്റെ പ്രോഗ്രാമും വളരെ വളരെ ശ്രദ്ധേയമായിട്ട് എല്ലാ ടീമും ചെയ്തു. വളരെ ഒരു ഒരു ബ്രദർഹുഡ് സ്പിരിറ്റോടുകൂടി എല്ലാവരും ചെയ്തതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച ചില ടീം അംഗങ്ങൾക്കൂടെ ഞങ്ങൾ കൺസോലേഷൻ പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് അത്തം അവഞ്ചേഴ്സിന് കൺസോലേഷൻ പ്രൈസ് ഉണ്ട്. എൻ്റെ ടീം ഹെഡ് വന്ന് വാങ്ങിക്കാൻ ക്ഷണിക്കുന്നു. മാവേലി മാർവൽസ്, തിരുവാതിര ബ്ലാസ്റ്റേഴ്സ്, വള്ളംകളി വിന്നേഴ്സ്, പൂക്കളം ബ്ലൂമേഴ്സ്. ഇതൊക്കെ ആ ടീമിൻ്റെ പേരുകളാണ്. പൂക്കളം ഡോക്ടർ ഹേമന്ത്, പൂക്കളം മിസ്റ്റർ സാം. കൾച്ചറൽ പ്രൊസഷന് ഏറ്റവും കൂടുതൽ ടീം അംഗങ്ങൾ, ഒരു ടീമിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്ത ടീം, അവർക്ക് 5,000 റുപ്പീസിൻ്റെ ക്യാഷ് അവാർഡുണ്ട്. പുലിക്കളി സ്ക്വാഡാണ്. ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോടുകൂടി അനുഗ്രഹകരമായ ഓണാഘോഷത്തിൻ്റെ തിരിശീല വീഴുന്നു. എല്ലാ വിന്നേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. Thank you, Achin.
Paramila Hospital has taken a first step for a healthier tomorrow. Are you ready to join the 60-day weight loss challenge as part of the Paramila Hospital? This weight loss challenge is available for all staffs of the Paramila Hospital, and all individuals with the BMI about 25 are eligible to join. The challenge starts from September 15th and will end at November 14th, which completes 60 days. At the end of the challenge, winners will be recognized and awarded attractive prizes. To hand over the foam board, I request His Grace to hand over the 60-day weight loss challenge foam board to Sri Alex Thomas. Thank you, Achin. No celebration is complete without words of goodwill and encouragement. I first invite Reverend Father Roy P. Thomas for the felicitation address. അഭിവന്യ തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാന്യരുമേ, വെൽനസ് എന്നുള്ളൊരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. സമഗ്രമായ സൗഖ്യത്തെ ഉദ്ദേശിച്ചാണ് ആ വാക്ക്. ഒരാശുപത്രിയിൽ വരുമ്പോൾ രോഗസൗഖ്യം മാത്രമല്ല, പരിപൂർണമായ ആനന്ദം ലഭിക്കത്തക്ക നിലയിൽ, സന്തോഷം ലഭിക്കത്തക്ക നിലയിലാണ് അവിടുത്തെ ഒരു പ്രൊസീജിയറും പ്രോസസ്സും കഴിയുമ്പോൾ ഒരാൾ തിരികെ പോകേണ്ടുന്നത്. സന്തോഷം എന്നത് വാക്കിനേക്കാൾ കുറേ കൂടി ഉപരിയായിട്ടുള്ള ആഴമായ അർത്ഥമാണ് ആനന്ദമെന്നുള്ളത്. എന്നും ഒരു ഹോസ്പിറ്റലിലെ ചികിത്സയെ തുടർന്ന് ഒരു രോഗിയും ആ രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും നല്ല ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചും ഓരോരുത്തരുടെയും സേവനം നിസ്വാർത്ഥമാണ്. ആ നിലയിൽ ഇതിൻ്റെ ഭരണ സംവിധാനത്തിലുള്ളവരും ആശുപത്രിയിലെ ഡോക്ടേഴ്സും അവരെ സഹായിക്കുന്നവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വളർച്ച തന്നെ ഉള്ളത്. ആ നിലയിൽ ഇതിൻ്റെ വളർച്ച നല്ലതായി പോകുന്നു എന്നുള്ള സന്തോഷമാണ്. കൂടുതൽ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും ഈ ആശുപത്രിയുടെ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. Thank you, Achin. I invite Dr. Shereen Joseph, our medical superintendent, for the felicitation address. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഈ ആനിവേഴ്സറി നിറവിൽ നിൽക്കുന്ന ആശുപത്രിയിലെ ആൾക്കാരോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് ഞാൻ കുറേ നേരമായിട്ട് ആലോചിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മുടെ ഹോസ്പിറ്റൽ പരിമല ഫാമിലി, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർഹുഡ് എന്ന് അച്ഛൻ പറഞ്ഞു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ ഓണത്തിൻ്റെ വടംവലി മത്സരം, ഭയങ്കര മഴ, ഞാനവിടെ കുറേ നേരം പോയി നിന്നു, രക്ഷയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ എല്ലാ ഡോക്ടേഴ്സും, എല്ലാ സീനിയർ ഡോക്ടേഴ്സും, നമ്മുടെ ന്യൂറോ സർജൻ ഏറ്റവും സീനിയറായിട്ടുള്ള സാറ് അവിടെ വന്ന ആ മഴയത്ത്, എന്നാൽ ഒരു സർജൻ്റെ കൈയാണ് പൊട്ടിയാൽ, ഇൻഫെക്ഷൻ വന്നാൽ പിറ്റേ ദിവസം സർജറി ചെയ്യാൻ പറ്റില്ല, മഴ പെയ്ത് ജലദോഷം വന്നാൽ തിയേറ്ററിൽ കയറാൻ പറ്റത്തില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എല്ലാവരും സീനിയറായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ആ ചെളിക്കകത്തും മണ്ണിനകത്തും കിടന്ന് ഓക്കെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറിപ്പോന്നു, പക്ഷേ എന്തൊരു സ്പിരിറ്റായിരുന്നു അല്ലേ. അത് അങ്ങനെ ആ സീനിയേഴ്സ് ഡോക്ടേഴ്സൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യത്തിനും ഇറങ്ങുമ്പം അത് മറ്റ് ആൾക്കാർക്ക്, താഴോട്ടുള്ള എല്ലാ സ്റ്റാഫിനും കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്തുമാത്രമാണെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്പിരിറ്റ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ സ്പിരിറ്റ്, ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ, ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ബലമാണ് അന്നവിടെ കണ്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇൻ്റർവെൻഷൻ റേഡിയോളജിയെക്കുറിച്ച് ഒരു സെൻറ്റൻസ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 5 മാസമായി പ്രഗ്നൻസി ഉള്ളൊരു പേഷ്യൻ്റ് ആ ബേബിയെ നഷ്ടപ്പെട്ടു, പ്രീ ടൈം ഡെലിവറി. അത് കഴിഞ്ഞ് ആ കുട്ടി വീട്ടിൽ പോയി 2 ആഴ്ച കഴിഞ്ഞ് ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് വന്നു. AV മാൽഫോർമേഷൻ എന്നൊക്കെ പറയും, ഭയങ്കര ബ്ലീഡിങ്. അത് സാധാരണഗതിയിൽ നമ്മൾ ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ സർജറിക്ക് എടുക്കണം, വെയിൻസ് ആർട്ടറിയൊക്കെ കെട്ടണം. എന്നിട്ടും ബ്ലീഡിങ് നിന്നില്ല പിന്നെ ഗർഭാത്രം പോവുകയുള്ളൂ. ഒരു യങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, കുഞ്ഞുങ്ങളില്ല. നമുക്ക് അങ്ങനെ ഗർഭാത്രം എടുത്തു കളയുന്നൊരു തീരുമാനത്തിലേക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി ഞാൻ അമൃതയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പാതിരാത്രിക്ക് ഒരു ആംബുലൻസിൽ ആ പേഷ്യനെയും കൊണ്ട് പുറകിലൊരു കാറിൽ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ 2 പേര് എങ്ങനെയാണ് ജീവൻ കൈവച്ച് അമൃത വരെ
അത് വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ, എങ്കിലും അവിടെ ചെന്നു അവർ ഇൻ്റർവെൻഷൻ ചെയ്ത് ആ പേഷ്യനെ രക്ഷപ്പെടുത്തി. അതിന് 2 കുട്ടികൾ ആ കുട്ടിക്കുണ്ട്, 2 ഇവിടെയായിരുന്നു. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, അന്ന് ഞങ്ങൾ പുറകെ ആ കാറിൽ ആ പേഷ്യൻ്റെ കൂടെ അമൃത വരെ പോയ ആ ഗൈനക്കോളജിസ്റ്റുകൾ സത്യം ജീവൻ കൈ വെച്ചാണ് ഞങ്ങൾ പോയി. ഇടയ്ക്കിടയ്ക്ക് പോയി പൾസ് നോക്കി. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതുള്ളപ്പോൾ എന്തൊരു സമാധാനം. ആസ് എ ഗൈനക്കോളജിസ്റ്റ് ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റും, ഒരു യൂട്രസ് രക്ഷിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഇൻ്റർവെൻഷണൽ റേഡിയോളജി ടീമിനോട് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാൻ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, ma'am. As we draw this memorable evening to a close, it's time to express our heartfelt gratitude, and I invite Reverend Father Jiju Verghese, our hospital chaplain, to propose the vote of thanks. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ 50 വർഷം നാം പിന്നിട്ടതിൻ്റെ ഒരു ദിനം കൂടി കൊണ്ടാടുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ IR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി കൊണ്ടാടുവാനും നമുക്ക് ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേകമായി ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിച്ച നരടം ഭദ്രാസന മെത്രാപ്പൊലീത്തയും ഹോസ്പിറ്റലിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് തിരുവല്ല തഹസിൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബിൻ കെ ജോർജ് അവറുകളാണ്. അദ്ദേഹത്തോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട റോയി അച്ഛനോടും ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ്, IR ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ്, ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ പീഡിയാട്രിക് സർജനായി ചുമതലയേൽക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസി തോമസിനോടും ഉള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ മാഡം ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗമായിരിക്കുന്ന ഡോക്ടർ അലക്സ് തോമസ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. അനുഗ്രഹീതമായ 50 വർഷത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, Achin. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.